ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം പതിവ് പോലെ ഞാൻ ഗോൾഡ് റേറ്റ് രാവിലെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഇന്ന് വൈകിട്ടായപ്പോൾ വീണ്ടും വില വ്യത്യാസം വന്നിരിക്കുകയാണ്. നല്ല ഇടിവാണ് ഇന്ന് ഉണ്ടായിട്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടായിട്ട് നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വില വ്യത്യാസം നോക്കിയാലോ. ഇന്ന് 27/10/2025, അതായത് വൈകിട്ട് 4 മണിക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇങ്ങനെ വില കുറയുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രെൻഡാണ്. എന്തായാലും ഇന്ന് നല്ല കുറച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 105 രൂപ കുറഞ്ഞത് കൂടാതെ ഉച്ചയ്ക്ക് ശേഷം 110 രൂപ വീണ്ടും കുറഞ്ഞിട്ട്. ഉച്ചയ്ക്ക് ശേഷമല്ല, വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം. നമുക്ക് വില വ്യത്യാസം ഒന്ന് നോക്കിയാലോ. ഇനി 27/10/2025, അതായത് ഒക്ടോബർ 27 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ശേഷം 22 ക്യാരറ്റ് 916 ഗോൾഡ് ഗ്രാമിന് മേലെ വീണ്ടും 110 രൂപ കുറഞ്ഞു. ഒരു ഗ്രാമിന് 11,300 രൂപയും ഒരു പവൻ്റെ മേലെ 880 രൂപ കുറഞ്ഞു ഒരു പവന് 90,040 രൂപയുമാകും. 90,400 രൂപയുമാകുന്നു. അതുപോലെ തന്നെ 18 കാരറ്റ് ഗോൾഡിനും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. KGSMA എന്ന് പറഞ്ഞ അസോസിയേഷന് 18 കാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് മേലെ കുറച്ചിരിക്കുന്നത് 90 രൂപയും 90 രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് 9,295 രൂപയും ഒരു പവൻ്റെ മേലെ 720 രൂപ കുറഞ്ഞ് 18 കാരറ്റ് ഗോൾഡിന് KGSMA എന്ന് പറഞ്ഞ അസോസിയേഷന് വൈകിട്ടുള്ള റേറ്റ് 74,360 രൂപയാണ്. 18 കാരറ്റിന് 4 മണിക്ക് ശേഷം വന്നിരിക്കുന്ന റേറ്റാണ് ഞാൻ പറഞ്ഞ ഈ 74,360. അതുപോലെ തന്നെ AKGSMS ഭവനും വൈകിട്ട് വില കുറച്ചിരിക്കുകയാണ് 18 കാരറ്റിന്. AKGSMS ഭവന് ഗ്രാമിന് മേലെ വൈകിട്ട് 100 രൂപയാണ് 18 കാരറ്റിന് കുറച്ചിരിക്കുന്നത്. 100 രൂപ കുറച്ച് ഒരു ഗ്രാമിന് 9,345 രൂപയും ഒരു പവൻ്റെ മേലെ 800 രൂപ കുറഞ്ഞു ഒരു പവന് 74,760 രൂപയുമാകുന്നു AKGSMS ഭവൻ്റെ 18 കാരറ്റ് ഗോൾഡിൻ്റെ റേറ്റ്. ഇന്ന് വൈകിട്ട് 14 കാരറ്റ് ഗോൾഡിൻ്റെ റേറ്റും കുറഞ്ഞിരിക്കുന്നുണ്ട്. ഗ്രാമിന് മേലെ 60 രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് 14 കാരറ്റ് തന്നെ വന്നിരിക്കുന്നത് 7,245 രൂപയും ഒരു പവൻ്റെ മേലെ 480 രൂപ കുറഞ്ഞ് 14 കാരറ്റിന് വൈകിട്ട് വന്നിരിക്കുന്ന റേറ്റ് 57,960 അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം വീണ്ടും നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച എന്തായാലും കുറയാനാണ് ചാൻസ് കൂടുതൽ എന്നുള്ളത്. എന്തായാലും ഈ ആഴ്ച കുറയാനാണ് ചാൻസ്. ഇനി നവംബറിലെ പ്രതീക്ഷിച്ചാൽ മതി ഒരു കൂടുതൽ. ഈ ഒക്ടോബറിൽ ചാൻസ് കുറവാണ്. ഇനി അതിന് 3-4 ദിവസമല്ലേ ഉള്ളൂ തീരാൻ. എന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളൊരു പ്രധാനപ്പെട്ട ഡാറ്റ വരാനുണ്ട്. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുന്നതിനെ പറ്റിയൊരു ഡാറ്റ ബുധനാഴ്ച വരാനുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും കാണുന്നുണ്ട്. ഇതൊക്കെ ഗോൾഡിൻ്റെ നിർണായക ഘട്ടങ്ങളാണ്. അവരെന്ത് തീരുമാനം എടുക്കുന്നോ അതുപോലെ ഇരിക്കും ഇനി ഗോൾഡിൻ്റെ തുടർന്നുള്ള ഭാവി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.